എനിക്കെന്തെങ്കിലും പറയാനുണ്ടോ വീഡിയോയിൽ? അവസാനം കുറേ ദിവസത്തിന് ശേഷം, കുറേ കാലത്തിന് ശേഷം ആക്ച്വലി ഒരു ലൈൻ വരുന്നല്ലേ, ലുക്ക് അറ്റ് മൈ ഫേസ്. ഓക്കെ, സോ കുറേ കാലത്തിന് ശേഷം ഞാൻ ഫൈനലി പിന്നെ എൻ്റെ ഇൻസെക്യൂരിറ്റീസ് ഓരോന്നായിട്ട് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. പൊതുവെ പിന്നെ ഇതുപോലെയുള്ള ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ആൾക്കാർ അങ്ങനെ ഇൻസെക്യൂരിറ്റികളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു മുഖല്ലേ ഇപ്പം കൺമഷിയൊക്കെ പരന്ന് ക്ഷീണിച്ച് തളർന്ന മുഖത്ത് നിറച്ച് കുരുവായിട്ടുള്ള ഇങ്ങനത്തെ ഒരു സൈഡ് ഓഫ് നമ്മളുടെ പേഴ്സണാലിറ്റി കാണിക്കാൻ താല്പര്യപ്പെടാറില്ല, അല്ലെങ്കിൽ ധൈര്യപ്പെടാറില്ല. ഇപ്പോൾ കുറേ പേരുണ്ട് കേട്ടോ റിയൽ ആയിട്ടുള്ളത് അങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്യുന്നതും പോസ്റ്റ് ചെയ്യുന്നതൊക്കെ. ഞാൻ ഓരോന്നായിട്ട് എൻ്റെ ഇൻസെക്യൂരിറ്റീസിനെ പറ്റി സംസാരിക്കാനും അതിനെക്കുറിച്ച് ബോധേഡില്ലാതെ സംസാരിക്കാനോ അല്ലെങ്കിൽ പിന്നെ ആൾക്കാരുടെ അടുത്ത് ഷെയർ ചെയ്യാനും ഉള്ള എൻ്റെ ഒരു ബാരിയർ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. എനിക്കറിയില്ല അത് എത്ര ദിവസം പോകും, എത്ര ദിവസത്തോളം എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊന്നും അറിയില്ല. ബട്ട് സ്റ്റിൽ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഡോക്യുമെൻറ്റ് മൈ ജേർണി ഹിയർ. എനിക്ക് എൻ്റെ ലൈഫിൽ ഇത്രയും അണ്ടർ കോൺഫിഡൻ്റ് ആയിട്ടുള്ള എന്നെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഈ ലൈഫിൽ ഈ സ്റ്റേജിൽ ഇപ്പം ഞാൻ എത്തി നിൽക്കുന്നിടത്ത് ഞാൻ ഒരിക്കലും ഒരു നല്ല ഒരു പാർട്ട്ണറിൻ്റെ കൂടെ അല്ല, ഇപ്പം എനിക്ക് കിട്ടിയൊരു പാർട്ട്ണറിൻ്റെ കൂടെ ഇതുപോലത്തെ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫ് ലീഡ് ചെയ്യുന്ന സമീപകാലത്തൊന്നും ചിന്തിച്ചിട്ടുണ്ടായില്ല. എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല. അങ്ങനൊരു പിന്നെ എന്താ പറയുക, ഒപ്റ്റിമിസം തോട്ടുള്ള ആളല്ല ഞാൻ, ആയിരുന്നില്ല. ക്യാമറ നോക്കി സംസാരിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിവേ ഐ ഗോട്ട് എ ഗുഡ് മാരീഡ് ലൈഫ് ആസ് ഓഫ് നൗ. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ വർക്ക് ചെയ്യുന്ന സ്പേസിലാണെങ്കിലും ശരി, ഇൻ ജനറൽ ആണെങ്കിലും ശരി, പണ്ടൊക്കെ ഒരു സദസ്സിൽ ഒരു സഭയിലൊക്കെ സംസാരിക്കാനോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എണീറ്റ് നിന്നിട്ട് നമ്മൾ അഭിപ്രായം പറയാനോ ഒക്കെ ഉള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് വളരെ കുറവാണ്. കുറച്ച് കാലങ്ങളായിട്ട് കുറവാണ്, മേ ബി ഒരു 2-2.5 കൊല്ലമായിട്ട് പ്രത്യേകിച്ചും. ആൾക്കാരെന്താ വിചാരിക്കുക, അങ്ങനത്തെ ചിന്തകളൊന്നും ഒരിക്കലും എന്നെ ബോധർ ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം അങ്ങനത്തെ കുറേ ചിന്തകൾ എന്നെ ബോധർ ചെയ്യുന്നതായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം എനിക്കിതൊന്ന് പുറത്ത് വരണം.